ഗണപതിക്ക് തേങ്ങ അടിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു ഭക്തൻ സ്വപ്നം കാണാനിടയായി. സ്വപ്നത്തില് മഹാഗണപതിയും കൃഷ്ണനും പ്രത്യക്ഷപ്പെട്ടു. ഗണപതി തന്റെ തുമ്പിക്കയിൽ ഒരു പിടി മണ്ണ് വാരി ഭക്തന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ദർശനത്തിൽ കാണിച്ച ഭൂമിയിൽ ഞങ്ങൾക്കായി ഒരു അമ്പലം പണിയണം. ആ അമ്പലം കാണാനാണ് അവിടെ ഇന്നിപ്പോ ഉത്സവമാണ്. ശ്രീകൃഷ്ണ വിനായക ക്ഷേത്രം വളരെ ചെറിയൊരു ക്ഷേത്രമാണ്. ചുറ്റും ഇങ്ങനെ വാഴത്തോട്ടങ്ങളുടെ നടുക്കായിട്ടാണ് കേട്ടോ ഈ ക്ഷേത്രം വരുന്നത്. ശ്രീകൃഷ്ണനും ഗണപതിയാണ് പ്രതിഷ്ഠകൾ. എല്ലാവിധ പൂജകളും വഴിപാടുകളും ഇവിടെ നടത്താറുണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു വഴിപാടാണ് നമ്മൾ മഞ്ചാടി പേരും നാളും പറഞ്ഞ് വാങ്ങി അത് ഭഗവാനെ നേദിച്ചതിന് ശേഷം നമുക്ക് തന്നെ അവിടെ ഒരു ഉരുളിയിൽ വെച്ചിട്ടുണ്ട് മഞ്ചാടി, അത് നമുക്ക് തന്നെ സമർപ്പിക്കാം. ഉത്സവം പ്രമാണിച്ച് അവിടെ സപ്താഹം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റേജിൻ്റെ സൈഡിലായിട്ട് കുറേ കൃഷ്ണ വിഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ 7 ദിവസത്തെ സപ്താഹം കേട്ട് ആ കൃഷ്ണ വിഗ്രഹത്തിന് ചൈതന്യം കൂടും എന്നാണ്. ഉത്സവം കഴിഞ്ഞതിന് ശേഷം ഭക്തജനങ്ങൾക്ക് അത് വിൽക്കാറുണ്ട്. നല്ലൊരു അന്നദാനവും കഴിച്ച് അവിടെ നിന്ന് മടങ്ങി. അപ്പോൾ ശ്രീകൃഷ്ണ വിനായക ക്ഷേത്രത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് പള്ളിച്ചൽ വെമ്പനൂർ ശാസ്താ ലൈനിലാണ്.